നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അരിയന്നൂരിൽ മോഷണം. വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പോക്കാക്കിലത്ത് കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞു വീണ് കുന്നുകുളം ചെറുവത്താണി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. കണ്ണൂരിൽ പോലീസ് ജീപ്പ് മോഷ്ടിച്ച തൊഴിയൂർ സ്വദേശി അറസ്റ്റിൽ. ഹംസത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സൈബർ സെല്ലിന്റെ ജീപ്പ് കവർന്നത്. വാർത്തകൾ വിശദമായി. അരിയന്നൂരിൽ മോഷണം. വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു. അരിയന്നൂർ മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപം പോക്കാക്കിലത്ത് കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മോഷണം നടന്നത്. ടെറസിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ വഴി വീടിനുള്ളിലേക്ക് പ്രവേശിച്ച മോഷ്ടാവ് അലമാര തകർത്താണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഈ സമയം കുഞ്ഞിമുഹമ്മദിന്റെ മകൾ ഡോക്ടർ ബുഷറയും ഭർത്താവ് ഡോക്ടർ റാഫിയും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. മകളുടെ കിടപ്പുമുറിയുടെ തൊട്ടടുത്താണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന അലമാര കിടന്നിരുന്നത്. എന്നാൽ ഇവർ അസാധാരണമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്ന് പറയുന്നു. ശനിയാഴ്ച രാവിലെ ഒരാവശ്യത്തിനായി ആഭരണങ്ങൾ എടുക്കാൻ നോക്കിയപ്പോഴാണ് മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത്. തുടർന്ന് വീടിനുള്ളിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെ ഗുരുവായൂർ പോലീസിൽ വിവരമറിയിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ചുമതലയുള്ള കുന്നംകുളം ACP N മുരളീധരൻ, ഗുരുവായൂർ സബ് ഇൻസ്പെക്ടർമാരായ U മഹേഷ്, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധൻ ബാലകൃഷ്ണനും ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള പോലീസ് നായയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൂണ്ടൽ ഗുരുവായൂർ റോഡിന് അഭിമുഖമായിട്ടുള്ള വീടിന്റെ സമീപത്തുള്ള റോഡിലൂടെ പിൻവശത്തേക്ക് എത്തി ടെറസിലേക്ക് കയറിയാണ് മോഷ്ടാവ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉള്ളയാളാണോ മോഷ്ടാവ് എന്നതിലും സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം പാവർട്ടിയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയിരുന്നു. നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുള്ളതിനാൽ എത്രയും വേഗം മോഷ്ടാവിനെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞു വീണ് കുന്നുകുളം ചെറുവത്താണി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണുകളും കമ്പികളും റോഡിലേക്ക് പൊട്ടി വീണതിനെ തുടർന്ന് പ്രദേശം അപകട ഭീതിയിലായി. തെങ്ങ് വീണ് വാനും സ്കൂട്ടർ യാത്രക്കാരും അപകടത്തിൽപ്പെട്ടെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വൈദ്യുതി കമ്പികൾ പൊട്ടി വീണ ഉടൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളം റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ KSEB ജീവനക്കാരും കുന്നംകുളം ഫയർഫോഴ്സും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹകരണത്തോടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രിയോടെ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, കൗൺസിലർമാരായ NA ഷനൂഫ്, അജിൻ മൂർത്താട്ട് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് മനപ്പടിയിൽ നെൽവയൽ മണ്ണിട്ട് നികത്തുന്നത് വില്ലേജ് അധികൃതർ തടഞ്ഞു. പ്രവൃത്തിക്ക് ഉപയോഗിച്ചിരുന്ന ഹിറ്റാച്ചിയും ടിപ്പർ ലോറിയും കടങ്ങോട് വില്ലേജ് അസിസ്റ്റന്റ് GO K വിൽസൺ കസ്റ്റഡിയിലെടുത്തു. മനപ്പടി പാടശേഖരത്തിൽ 80 സെന്റോളം വരുന്ന നെൽവയലാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. വിവരം ലഭിച്ച അടിസ്ഥാനത്തിൽ കുന്നംകുളം ഭൂരേഖ തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരം അഡീഷണൽ തഹസീൽദാർ സിമി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ കടങ്ങോട് വില്ലേജ് അധികൃതർ എത്തി പരിശോധന നടത്തുകയായിരുന്നു. തുടർന്നാണ് നടപടികൾക്കായി മണ്ണ് മാന്തി യന്ത്രവും ടിപ്പർ ലോറിയും കസ്റ്റഡിയിലെടുത്തത്. നീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചു. തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചാവക്കാട് നഗരസഭ 33-ാം വാർഡ് ചീനിച്ചോടിൽ താമസിക്കുന്ന തണ്ണിത്തുറക്കൽ അബൂബക്കറിന്റെ വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത്. സമീപത്തുള്ള പറമ്പിലെ കൂറ്റൻ പൂമരമാണ് വീണത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം.
പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ പുനർനിർമ്മിക്കുന്ന പാലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. മഴക്കാലത്തിന് മുൻപ് അടിത്തറ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി. പാലത്തിന് സമീപത്തെ താൽക്കാലിക പാലത്തിലൂടെ ബൈക്കുകളും ഓട്ടോറിക്ഷകളും സഞ്ചരിക്കുന്നുണ്ട്. കണ്ണൂരിൽ പോലീസ് ജീപ്പ് മോഷ്ടിച്ച തൊഴിയൂർ സ്വദേശി അറസ്റ്റിൽ. ഹംസത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സൈബർ സെല്ലിന്റെ ജീപ്പ് കവർന്നത്. പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. താവക്കരയിലെ IG ഓഫീസിന് തൊട്ടടുത്തുള്ള ഓഫീസിന് പരിസരത്തായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത്. തുടർന്ന് മുനീശ്വരം കോവിലിലെത്തി അവിടെയുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ചു. പിന്നീട് തട്ടുകടയിലെത്തി ചായ കുടിക്കുകയും ചെയ്തു. ഇവിടുത്തെ ജീവനക്കാർക്കാണ് സംശയം തോന്നിയത്. തുടർന്ന് ടൗൺ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആവേശം അലതല്ലി പാവർട്ടിയിൽ ഇടതുമുന്നണിയുടെ വിജയാഹ്ലാദം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ LDFന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് പാവർട്ടിയെ ചെങ്കടലാക്കിയാണ് പ്രകടനം നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDFിലെ TN പ്രതാപനെ 126 വോട്ടിന് പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ മണലൂർ മണ്ഡലത്തിന്റെ നിയുക്ത MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയാഹ്ലാദ പ്രകടനം പാവർട്ടി പള്ളിനടയിൽ നിന്നും ആരംഭിച്ച് പാവർട്ടി ബസ് സ്റ്റാൻഡ് ചുറ്റി സെന്ററിൽ സമാപിച്ചു. LDF കൺവീനർ TV ഹരിദാസൻ, ചെയർമാൻ VR മനോജ്, ട്രഷറർ ഉഷ പ്രഭുകുമാർ, CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഇടതുമുന്നണി നേതാക്കളായ TD ജോസ്, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, PG സുബിദാസ്, AK ഹുസൈൻ, ബാബു ആന്റണി, ഡോക്ടർ CL ജോഷി, NV ഷോയ്, സാംസൺ ചിരിയങ്കണ്ടത്ത്, PS ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ ആവേശകരമായ മുദ്രാവാക്യം വിളികളുമായി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി. സമാനതകളില്ലാത്ത വെല്ലുവിളികളെയെല്ലാം പ്രതിരോധിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു. മണ്ഡലത്തിന്റെ തുടർ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചും മണലൂർ നിയോജക മണ്ഡലം നിയുക്ത MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ മണ്ഡല പര്യടനം ആരംഭിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ ആശാരിമൂലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. CPI മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഷിമി ഗോപി അധ്യക്ഷയായി. CPM കുന്നത്തങ്ങാടി ലോക്കൽ സെക്രട്ടറി K രാഗേഷ് സ്വാഗതവും പ്രൊഫസർ C രവീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് സെന്റർ, കിഴക്കേ പരക്കാട്, കുന്നത്തങ്ങാടി, വെളുത്തൂർക്കുന്ന് സെന്റർ, കായൽ റോഡ്, എഴുത്തച്ഛൻ സെന്റർ, CN സെന്റർ, ഓളംതള്ളിപ്പാറ, മഞ്ഞളാഴിപ്പാറ, തച്ചംകുളം, കാഞ്ഞാണി, മഞ്ചാടി, ബാങ്ക് സെന്റർ, കമ്പനി സെന്റർ, പാലാഴി, മാമ്പുള്ളി, കാരമുക്ക് ലക്ഷം വീട്, 4 സെന്റ്, ജൂബിലി റോഡ്, പുല്ലൻ സെന്റർ, തൃത്തല്ലൂർ, ചെട്ടിക്കാട്, കിഴക്കേ ഉന്നതി, മൊയ്തീൻ പള്ളി, വാടാനപ്പള്ളി ബീച്ച്, കുട്ടമുഖം, വാടാനപ്പള്ളി, ഏനാമക്കൽ, കരുവന്തല, വാട്ടർ ടാങ്ക്, ഇടിയഞ്ചിറ, പാടൂർ, തൊയക്കാവ് എന്നിവിടങ്ങളിലെത്തി C രവീന്ദ്രനാഥ് വോട്ടർമാരോട് നന്ദി പറഞ്ഞു. വികസന പ്രശ്നങ്ങളിൽ തൽപരരായവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസമർപ്പിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിയമ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ നന്നായി ശ്ലാഘനീയമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അങ്ങനെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രാതിനിധ്യം ഏൽപ്പിക്കുവാൻ ശ്രമിച്ച എല്ലാവരോടും ഉള്ള ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ശനിയാഴ്ചയിലെ പര്യടനത്തിന്റെ സമാപനം വൈകിട്ട് വെങ്കിടങ്ങിൽ നടന്നു. പര്യടന വീതിയിൽ നിരവധി പേരാണ് പ്രിയപ്പെട്ട മാഷെ സ്വീകരിക്കാനെത്തിയത്. LDF മണലൂർ മണ്ഡലം കമ്മിറ്റി കൺവീനർ TV ഹരിദാസൻ, ചെയർമാൻ VR മനോജ്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, PG സുബിദാസ്, VN സുർജിത്ത്, KK ശശിധരൻ, KA വിശ്വംഭരൻ, KM ഗോപിദാസൻ, KR ബാബുരാജ്, MK സദാനന്ദൻ, VV പ്രഭാത്, സുരേഷ് മഠത്തിൽ, VA ഷാജുദ്ദീൻ, അഷ്റഫ് വലിയകത്ത്, KA ബാലകൃഷ്ണൻ, KK ബാബു തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനത്തെ അനുഗമിച്ചു. ഞായറാഴ്ചയിലെ പര്യടനം മുല്ലശ്ശേരി പഞ്ചായത്തിലെ തിരുനെല്ലൂരിൽ നിന്നാരംഭിച്ച് പെരുമണ്ണിൽ സമാപിക്കും. പന്നിത്തടത്ത് ലോറി മറിഞ്ഞ് അപകടം. പെരുമ്പാവൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പഴയ ഇരുമ്പ് കമ്പികൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പന്നിത്തടം സിഗ്നൽ എത്തുന്നതിന് മുന്നുള്ള കേച്ചേരി റോഡിലെ വളവിൽ നിയന്ത്രണം വിട്ട് സമീപത്തെ കെട്ടിടത്തിൽ ഇടിച്ച് സിംല ഗ്രൗണ്ടിലേക്ക് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു.
വേലൂർ ശ്രീ കാർത്തിയനി ക്ഷേത്രത്തിൽ കൊടിമരത്തിനുള്ള ഒരുക്കങ്ങളാകുന്നു. ധ്വജസ്തംഭത്തിന് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. തോളൂരിൽ മൂക്കോല പ്രസാദിന്റെ വീട്ടുപറമ്പിലെ 50 വർഷത്തിലധികം പഴക്കമുള്ള തേക്കുമരമാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ദാരു പരിഗ്രഹത്തിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി അശ്വിൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉച്ചതിരിഞ്ഞ് 4:30 ആനപ്പാലത്ത് നിന്നും ഘോഷയാത്രയോടെയാണ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. താലത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ നടന്ന സ്വീകരണ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പുനരുദ്ധാരണ പ്രസിഡന്റ് മാടാവു നാരായണൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സൗപർണിക, വൈസ് പ്രസിഡന്റ് സജീവ് മാഷ്, ട്രഷറർ ജയൻ മാടാവു മന എന്നിവർ നേതൃത്വം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 20-ാം വാർഡ് പെലക്കാട്ടുപയ്യൂർ നിലമ്പതി പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജിഷ സുനിൽകുമാർ അധ്യക്ഷയായി. പ്രസിഡന്റ് സിനി പ്രസാദ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം പ്രീതി സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറക്കൽ സെന്ററിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പോരാട്ടത്തിന്റെ നാളുകളിൽ പാർട്ടിയെ നയിച്ചവനായ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രകടനത്തിന് മുൻ മണ്ഡലം പ്രസിഡന്റ് വി.സി. ലത്തീഫ്, പഴഞ്ഞി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അനുബന്ധ ഘടകമായ പഴഞ്ഞി മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ കെ.വി. അബ്ദുൾ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഡെന്നി വി.കെ. പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മുഹമ്മദ് ജിഷാർ കണക്കും അവതരിപ്പിച്ചു. 2026-2028 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളായി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ പ്രസിഡന്റ്, ബിനോയ് ടി മാത്യു വൈസ് പ്രസിഡന്റ്, വിൽസൺ ടി.വി. സെക്രട്ടറി, ഹാപ്പി തമ്പി ജോയിന്റ് സെക്രട്ടറി, മുഹമ്മദ് ജിഷാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി പോൾസൺ എം.കെ. വരണാധികാരിയായി. യോഗത്തിൽ KVVES യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജൈവ കൃഷിരീതികൾ, ജൈവ കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണവും പ്രയോഗരീതികളും പരിശീലനത്തിൽ വിശദീകരിച്ചു. രാസ കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അമിത പ്രയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും പരിശീലനത്തിൽ ബോധവൽക്കരണം നൽകി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AP ഹസീന അഷ്റഫ് സംസാരിച്ചു. കുന്നംകുളം കൃഷി ഓഫീസർ S ജയൻ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൃഷി ഓഫീസർ മിന്നു തോമസ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് റോണി ചീരൻ നന്ദിയും പറഞ്ഞു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നടക്കുന്നു. മെയ് 25-ന് 10 മണിക്ക് ഇംഗ്ലീഷ്, 2 മണിക്ക് എക്കണോമിക്സ്, 26-ന് 10 മണിക്ക് മലയാളം, ജിയോഗ്രഫി, ബോട്ടണി, 28-ന് രാവിലെ 10 മണിക്ക് പൊളിറ്റിക്കൽ സയൻസ്, 2 മണിക്ക് ഹിസ്റ്ററി എന്നിങ്ങനെയാണ് അഭിമുഖം നടക്കുക. താൽപ്പര്യമുള്ളവർ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി നിശ്ചിത സമയത്ത് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം മരത്തങ്കോട് ചെറുവത്തൂർ പരേതനായ പാത്തുവിന്റെ മകൻ ജോസ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. തങ്കമണിയാണ് ഭാര്യ. സുരേഷ്, സുജ, സുധീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിയന്നൂരിൽ മോഷണം. വീടിനുള്ളിലെ അലമാറയിൽ സൂക്ഷിച്ച 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കോക്കാക്കിലത്ത് കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞു വീണ് കുന്നംകുളം ചെറുവത്താണി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. കണ്ണൂരിൽ പോലീസ് ജീപ്പ് മോഷ്ടിച്ച തൊഴിയൂർ സ്വദേശി അറസ്റ്റിൽ. ഹംസത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സൈബർ സെല്ലിന്റെ ജീപ്പ് കവർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.